من الشيطان الرجيم بسم الله الرحمن الرحيم اللهم أنت الشافي لا شفاء إلا شفاءك شفاء لا يغادر سقما ولا ألما. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗത്തോട് കാണിച്ച ഒരു സമീപനം നമ്മൾ മനസ്സിലാക്കണം. രോഗത്തോടും രോഗിയോടും ഏതൊരു മനുഷ്യനും അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടാവും. ആ പരീക്ഷണത്തിൽപ്പെട്ട ഒന്ന് അവന് രോഗം നൽകി പരീക്ഷിക്കുമെന്നാണ്. വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്. ഖുർആനിൽ കാണാൻ സാധിക്കും. അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കും. വലനബുലുവന്നക്കും മിനൽ ഖൗഫ്, നിങ്ങൾക്ക് ഭയം നൽകും. മിനൽ ഖൗഫി വൽ ജൂഇ, വിശപ്പ് നൽകും. വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. വൽ അൻഫുസ്, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാവും. ഇത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്. വബശ്ശിരി സ്വാബിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുക ക്ഷമിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷവാന്മാരായിരിക്കുക അഥവാ ക്ഷമിക്കുന്ന ആളുകൾ. അഥവാ ദുഃഖം വരുമ്പോഴും രോഗം വരുമ്പോഴും ആരോഗ്യം ഉണ്ടാകുമ്പോഴൊക്കെ സത്യവിശ്വാസിക്ക് സന്തോഷം, സത്യവിശ്വാസി സന്തുഷ്ടനായിരിക്കണം. കാരണം ആരോഗ്യം നൽകിയത് അള്ളാഹുവാണ്, ആരോഗ്യത്തെ എടുത്ത് രോഗം നൽകിയതും അള്ളാഹുവാണ്, അപവധി നൽകിയത് അള്ളാഹുവാണ്, പട്ടിണി നൽകിയും അള്ളാഹുവാണ്, നല്ല സുഖമായ ജീവിക്കാനുള്ള അന്തരീക്ഷം നൽകിയത് അള്ളാഹുവാണ്. എന്നാൽ അല്പ സമയത്തൊക്കെ സുഖമല്ലാത്ത അവസ്ഥ നൽകിയത് അള്ളാഹുവാണ്, ഭയാശങ്കകൾ നൽകുന്ന അള്ളാഹുവാണ്, ഭീതിതമായ അന്തരീക്ഷം നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നടപടിക്രമങ്ങൾ മനുഷ്യന്റെ ജീവനിലൂടെ അവന്റെ ജീവിതത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞത്, അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം വളരെ വലിയ അത്ഭുതമാണ്. എന്തുകൊണ്ടെന്നാൽ അവനൊരു ആപത്ത് വരുന്ന സമയത്ത് അവൻ ക്ഷമിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം നൽകും. ഇനിയോ അവൻ എന്തെങ്കിലും മുസീബത്ത് വരുന്ന സമയത്ത് അതിന്റെ പേരിലും അല്ലാഹുവിനോട് ക്ഷമ കാണിക്കും, സബർ കാണിക്കും. അപ്പോഴും അല്ലാഹു തആല അവന് പ്രതിഫലം നൽകും. അല്ലാഹു തആല ഒരു അനുഗ്രഹം നൽകും അവന്. അപ്പോൾ അല്ലാഹു തആലക്ക് വേണ്ടി അവൻ ശുക്ർ ചെയ്യും. അപ്പോഴും അല്ലാഹു അവന് പ്രതിഫലം നൽകും. അപ്പൊ മുസീബത്ത് വരുമ്പോഴും അവൻ ക്ഷമിക്കും, അനുഗ്രഹം കിട്ടുമ്പോഴും അവൻ ശുക്ർ പറയും. അപ്പൊ ഈ രണ്ട് ഘട്ടങ്ങളിലും അവന് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. മുസീബത്ത് വരുമ്പോൾ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രതിഫലം, അള്ളാഹു അനുഗ്രഹം നൽകുമ്പോൾ അതിൽ ശുക്ർ ചെയ്തിട്ടുള്ള പ്രതിഫലം. അതാണ് സത്യവിശ്വാസിന്റെ കാര്യം വളരെ അത്ഭുതമെന്ന് ശഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാവിധ അപകടങ്ങളും രോഗങ്ങളടക്കമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ആ സന്ദർഭത്തിൽ അവൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്നാണ് ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് രോഗം വന്നാൽ നാം ചികിത്സിക്കണം. ഒന്നാമതായി രോഗം വന്നാൽ ചികിത്സിക്കണം, അതിന് മേൽ ക്ഷമിക്കണം, അതിന് മേൽ അസ്വസ്ഥത കാണിക്കാൻ പാടില്ല. അതാണ് രോഗവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ നമ്മുടെ നിലപാട്. മറ്റൊന്ന്, നാം ചെലവെടുക്കാൻ ബാധ്യസ്ഥരായ ആളുകൾക്ക്, മക്കൾക്ക്, ഭാര്യമാർക്ക്, ഉപ്പമാർക്ക്, ഉമ്മമാർക്ക് ഒക്കെ രോഗം വരും. ആ സമയത്ത് രോഗം വന്നാൽ അവരെ ചികിത്സിക്കണം. അത് നമ്മുടെ വലിയൊരു ബാധ്യതയാണ്. ലിക്കുല്ലി ദാഇൻ ദവാഉൻ ഖാല റസൂലുള്ളാഹി, എല്ലാ അപകടങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും ഒരു മരുന്നുണ്ട്. ആ മരുന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. രോഗത്തെ അറിഞ്ഞുകൊണ്ട് ചികിത്സിക്കുക. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രോഗത്തെ അറിഞ്ഞുകൊണ്ട് ചികിത്സിക്കുക. ആദ്യം വേണ്ടത് രോഗത്തെ നിർണയിക്കലാണ്. എന്തെങ്കിലും രോഗം ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും പോവാന്നുള്ളതല്ല, എന്താണ് രോഗം എന്ന് കൃത്യമായി നിർണയിക്കണം. ആ നിർണയിച്ച ശേഷം അതിന് ചികിത്സ കൊടുക്കണമെന്നാണ് ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് വിഷയം വിശാലമാണ്. മൂന്നാമത് രോഗവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട്, നമുക്ക് രോഗം അല്ല,
നമ്മുടെ മക്കൾക്ക് രോഗമല്ല, പക്ഷേ നമ്മുടെ സഹോദരന്, സത്യവിശ്വാസിയായ സഹോദരന്, അല്ലെങ്കിൽ അയൽവാസിക്ക്, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്ക് നാം സ്ഥിരമായി ഇടപഴകാത്ത, എന്നാൽ നാം ഇടപഴകാൻ ബാധ്യസ്ഥരായ ആളുകൾക്ക് രോഗം വന്നാൽ നമ്മുടെ നിലപാട് എന്താണ്? മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി അയാദത്തുൽ മരീദ്, അവനെ പോയി സന്ദർശിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടം നിറഞ്ഞ മാരകമായ രോഗത്തിൽ നിന്നും അല്ലാഹു നമ്മയും കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.